ഇത് നമ്മളൊരു കാളനാണ് കേട്ടോ വയ്ക്കാൻ പോണത്. ചേന കായ് അത് പാത്രത്തിൽ ഇട്ട് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിനി തേങ്ങ അരച്ചെടുക്കാം. കുരുമുളക് ഇടണം. ഈ 2 പച്ചമുളകും ജീരകവും, ചെറിയ ജീരകമാണ്. ഇത് മോരൊഴിച്ചിട്ട് അരച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ആയിരുന്നു. നമുക്കിതിലേക്ക് കുറച്ചും കൂടെ മോരൊഴിച്ച് കൊടുക്കാം. നമ്മൾ കഷ്ണത്തിനനുസരിച്ച് മോരും തേങ്ങയും ഇട്ട് കൊടുക്കണം. മോര് ഇതിലേക്ക് പിടിക്കട്ടെ. നമ്മൾ കഷ്ണം നുറുക്കുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് നുറുക്കണം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് നേന്ത്രക്കായാണ്. ഇത് ഞാൻ ചെറിയ കായാണ് ഇട്ടുന്നത്. കഷ്ണം നല്ലോണം ഉടയണ്ട. നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ലോണം അരയ്ക്കണം. നമുക്കിത് ഇളക്കി കൊടുക്കാം. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് മോര് തേങ്ങയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ഗ്ലാസ് ഇതിലൊഴിച്ചിട്ടുമുണ്ട്. ഇതിപ്പോൾ ആയണം. ഇനി ഇരുന്നിട്ട് ഒന്നും കൂടെ കുറുക്കും. നമുക്കിനി ഇത് വറുത്തിടാം. നമ്മളിത് വറുത്തിട്ടണം. ഇനി ഒന്ന് ഇളക്കി നോക്കാം. അതിലത്തെ വെള്ളമൊക്കെ നന്നായി വറ്റിയാണ്. ഉപ്പുണ്ട്. വീണ്ടും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.